ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഗെലിവൻഡഗർ യൂട്യൂബ് ചാനൽ. അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നിങ്ങൾ തമ്മിലിൽ കണ്ടതുപോലെ തന്നെ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സൗത്ത് ആഫ്രിക്കൻ മെഡിക്കൽസിനെ പറ്റിയാണ്. പൈലറ്റ് ആസ്പയറിംഗ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് അറിയായിരിക്കും, നമുക്ക് 2 മെഡിക്കൽ ടെസ്റ്റാണ് നാട്ടിൽ വരുന്നത്. അതായത് ക്ലാസ് 2 മെഡിക്കൽസും ക്ലാസ് 1 മെഡിക്കൽസും. എൻ്റെ ഇവിടുത്തെ ക്ലാസ് 1 മെഡിക്കൽ ജേണിയാണ് ഞാൻ പറയുന്നത്. അപ്പം നമ്മൾ ക്ലാസ് 1 മെഡിക്കൽസിനായിട്ട് ഇവിടെ 2000 റാൻസ് ആണ്. എനിക്ക് കോളേജ്, കാരണം നമ്മൾ ഡയറക്റ്റ് പേയ്മെൻറ്റ് മെഡിക്കൽസിന് കൊടുക്കുകയല്ല, നമ്മുടെ ഏവിയേഷൻ അക്കാഡമിയിൽ നിന്ന് അവർ തന്നെയാണ് ഡയറക്റ്റായിട്ട് പേയ്മെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ കോളേജ് ക്ലാസ് 1 മെഡിക്കൽസിന് വേണ്ടി എടുത്തേക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് 2000 റാൻഡ് ആണ്. 2000 റാൻഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ 10,000 രൂപയാണ് ഇവിടുത്തെ മെഡിക്കൽസിൻ്റെ എക്സ്പെൻസ്. ഇനി ടോക്കിംഗ് അബൌട്ട് ദ മെഡിക്കൽസ്, നാട്ടിലാണെങ്കിൽ 2-3 ദിവസം കുറേ ടെസ്റ്റൊക്കെ ചെയ്യുന്നൊരു പരിപാടിയാണ്. പക്ഷേ ഇവിടെ ഒരു 1 അവറിൽ എല്ലാ പരിപാടിയും കഴിയും ക്ലാസ് മെഡിക്കൽസ്. ലെറ്റ്സ് ടോക്ക് അബൌട്ട് എന്തൊക്കെ മെഡിക്കൽ ടെസ്റ്റാണ് വരുന്നതെന്ന് പറയാം. ഫസ്റ്റ് വൺ വരുന്നത് നമുക്ക് യൂറിൻ ടെസ്റ്റാണ്. അപ്പോൾ ആദ്യം അവർ നമ്മുടെ യൂറിൻ സാമ്പിൾ എടുക്കും, അതവർ പരിശോധിക്കും. പിന്നെ ബ്ലഡ് പ്രഷർ, പിന്നെ അതുപോലെ തന്നെ ഐ ടെസ്റ്റ്. നമ്മൾ എന്താ പറയുക, നോർമലായിട്ടുള്ള ഐ ടെസ്റ്റ് അവർ ചെയ്യും. അതുപോലെ തന്നെ ഹിയറിംഗ് ടെസ്റ്റ് ചെയ്യും. പിന്നെ കളർ ബ്ലൈൻഡ്നെസ് ഉണ്ടോ എന്നുള്ള കാര്യം അവർ ചെക്ക് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ലങ് ഫങ്ഷൻ ടെസ്റ്റ് അവർ ചെയ്യുന്നുണ്ട്. പിന്നെ ചെസ്റ്റ് എക്സ്റേ എടുക്കുന്നുണ്ട്. പിന്നെന്താ വരുന്നത്, പിന്നെ ECG, നമ്മുടെ ECG റിപ്പോർട്ട് നമുക്ക് ഉണ്ടെങ്കിൽ കാണിക്കാം, അല്ലെങ്കിൽ അവർ പുതിയ ECG റിപ്പോർട്ട് എടുക്കും. പിന്നെ അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ഹോസ്പിറ്റലല്ല, ഡയറക്റ്റ് ഒരു ഡോക്ടറിൻ്റെ വീട്ടിലോട്ടാണ് പോകുന്നത്. അവിടെയാണ് ക്ലാസ് 1 മെഡിക്കൽ. അത് അപ്രൂവ്ഡ് ആയിട്ടുള്ള ക്ലാസ് 1 മെഡിക്കൽ ചെയ്യാൻ അപ്രൂവ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പം അവർ ഫസ്റ്റ് ഈ ടെസ്റ്റൊക്കെ എടുക്കും. നമ്മൾ ഓക്കെയാണ്. ഹിയറിംഗ് ഒക്കെ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു റൂമിൻ്റെ അകത്ത്, നിങ്ങൾക്ക് നാട്ടിൽ ചെയ്യുന്നവർക്കാണെങ്കിൽ അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാക്കാൻ പറ്റും. ലൈക്ക് ഓരോ ബീപ്പ് സൗണ്ട് നമുക്ക് കേൾക്കുന്നുണ്ടോ ഇല്ലയോ എന്നിങ്ങനെ അവർ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ ഭയങ്കര ലോങ് വിഷനിൽ നമുക്ക് റീഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അതാണ് ഐ ടെസ്റ്റ് വരണേ. പിന്നെ ഇതുകൂടാതെ അവർ നമ്മുടെ ഹൈറ്റ്, വെയിറ്റ്, BMI ഒക്കെ നോക്കും, നമ്മളെല്ലാം ഓക്കെ ആണോ, ഹെൽത്തി ആണോ എന്നുള്ളത്. പിന്നെ നമുക്കൊരു ക്വസ്റ്റനെയർ പോലെ വരുന്നുണ്ട്, നമ്മളും ഡോക്ടറുമായിട്ട്. എന്നിട്ട് അവർ പിന്നെ നമ്മളോട് ചോദിക്കുന്ന മെയിൻ ചോദ്യങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് നാട്ടിൽ എന്തെങ്കിലും സർജറിയോ എന്തെങ്കിലും. ആക്ച്വലി ഈ ഒരു കോഴ്സിന് ഏറ്റവും ബേസിക് ആയിട്ടുള്ള സംബന്ധം ഹെൽത്താണ്. ഹെൽത്ത് ഓക്കെ ആണെങ്കിൽ നമുക്ക് എത്ര കാലം വരെ വർക്ക് ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു പൈലറ്റ് കോഴ്സിൻ്റെ ഒരു അതിൻ്റെ ബേസിക് സംഭവം തന്നെ. നമ്മുടെ ഹെൽത്ത് ഓക്കെ ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പം ഇതിലാണെങ്കിൽ അവർ നമ്മളോട് ഇങ്ങനെ ചോദിക്കും, നമുക്ക് എന്തെങ്കിലും ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ, അതായത് എന്തെങ്കിലും ആക്സിഡൻസ്, എന്തെങ്കിലും അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കുറേ ചോദിക്കും. പിന്നെ നമ്മൾ കുടിക്കുകയോ സ്മോക്ക് ചെയ്യുകയോ അങ്ങനത്തെ, അതായത് അതൊക്കെ അവർ പ്രോപ്പറായിട്ട് വെരിഫൈ ചെയ്യും. പിന്നെ നമ്മളെ ഹെൽത്തി ഓക്കെ ആണോ, നമ്മൾ മെൻ്റലി ഹെൽത്തി ആണോ, അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് അവർ ചോദിക്കും. പിന്നെ അവർ പ്രോപ്പർ, പിന്നെ അതിനുശേഷം അവർ എനിക്ക് ഇൻട്രസ്റ്റ് ചെയ്യാൻ, നാട്ടിലും ഇങ്ങനെ തന്നെയാണ് കേട്ടോ, കുറേ എക്സസൈസ് ഒക്കെ ചെയ്യാനായിട്ട് കയറി നിന്നിട്ട് ചെയ്യാൻ പറയും. മറ്റേ ട്രെഡ്മിൽ പോലത്തെ സംഭവത്തിലൊക്കെ അങ്ങനെ എക്സസൈസ് ചെയ്യാൻ പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കൈയുടെ എന്താ പറയുക, എല്ലുകളൊക്കെ ഇങ്ങനെ തൊട്ട് അവർ നോക്കും, ഓക്കെ ആണോ, പ്രോപ്പറുണ്ട്. അവിടെ ഇങ്ങനെ കമ്പ് വെച്ചൊക്കെ ഇങ്ങനെ അടിച്ചൊക്കെ നോക്കും, എല്ലാം ഓക്കെ ആണോ. അപ്പം അങ്ങനെ കുറേ ടെസ്റ്റുകളായിരുന്നു. അപ്പം നമുക്ക് സത്യം പറഞ്ഞാൽ ഒരു 1/2 hour to 1 hour നീണ്ടു നിൽക്കുന്ന ടെസ്റ്റാണ്. അതിൽ തന്നെ എല്ലാം കവേർഡ് ആവും. അത് കഴിയുമ്പം അവരപ്പം തന്നെ, അതായത് ഈ ഒരു 1 hour കഴിയുമ്പോൾ തന്നെ, മാക്സിമം 1 hour കേട്ടോ, 1 hour കഴിയുമ്പോൾ തന്നെ നമുക്ക് എല്ലാം ഓക്കെ ആണെങ്കിൽ അവരപ്പം തന്നെ നമുക്ക് ക്ലാസ് 1 മെഡിക്കൽ അടിച്ചു തരും. നാട്ടിലെന്ന് പറയുമ്പോൾ ഡിഫറെൻ്റ് ആണ്, നമ്മൾ കുറേ നാൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. പക്ഷെ അത് സംബന്ധിച്ച് നോക്കുമ്പോൾ ക്വിക്ക് പ്രോസസ്സാണ്. ഇപ്പം എനിക്കാണെങ്കിൽ എൻ്റെ പേപ്പറൊക്കെ കൊണ്ടാകും. ഇത് ആക്ച്വലി എൻ്റെ ഒറിജിനൽ ക്ലാസ് 1 മെഡിക്കൽ അല്ല, ഞാൻ എൻ്റെ ഒറിജിനൽ സ്കൂളിൽ സബ്മിറ്റ് ചെയ്തേക്കുവാണ്. ഇത് അതിൻ്റെ കോപ്പിയാണ്. നമ്മൾ എപ്പോഴും കോപ്പി ക്യാരി ചെയ്യണം. നമുക്ക് ഫ്ലൈ ചെയ്യണമെങ്കിൽ ബേസിക്കായിട്ട് വേണ്ട 2 കാര്യങ്ങളൊന്നാണ് മെഡിക്കൽസും, അതായത് ഫ്ലൈറ്റ് ട്രെയിനിങ് തുടങ്ങുമ്പോൾ മെഡിക്കൽസും വേണം, നമുക്ക് അതുപോലെ തന്നെ സ്റ്റുഡൻറ്റ് പൈലറ്റ് ലൈസൻസും വേണം. പിന്നെ സ്റ്റുഡൻറ്റ് പൈലറ്റ് ലൈസൻസ്, ആ ഒരു SPLൻ്റെ ആ ഒരു ലൈസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇവിടെ എന്താ പറ്റുക, അതിൻ്റെ എക്സാംസ്, അതായത് നമുക്ക് കുറേ എക്സാംസ്, ഇപ്പോൾ സൗത്ത് ആഫ്രിക്കയെ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ 19 എക്സാംസ് എന്താ വരണേ. അപ്പോൾ ഈ എക്സാംസ് ഒക്കെ എഴുതണമെങ്കിൽ നമുക്ക് എന്ത് വേണം, ആ ഒരു SPL ലൈസൻസ് വേണം. പക്ഷേ ബേസിക്കായിട്ട് നമ്മുടെ എപ്പോഴും കയ്യിൽ ക്യാരി ചെയ്യേണ്ട ഒന്നാണ് എന്താണ്, മെഡിക്കൽസും SPLും. ടോക്കിംഗ് അബൌട്ട് ദ മെഡിക്കൽ, നമുക്ക് ക്ലാസ് 1ഉം 2ഉം 4ഉം ഒരുമിച്ചാണ് കിട്ടുന്നത്. അതായത് ഇതിൽ തന്നെ ക്ലാസ് 1, ക്ലാസ് 2, ക്ലാസ് 4 അവരിങ്ങനെ അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അപ്പം അത് 3ഉം കൂടെയാണ് വരുന്നത്, അല്ലാണ്ട് സെപ്പറേറ്റ് ഒന്നുമല്ല. പിന്നെ സൗത്ത് ആഫ്രിക്കൻ സിവിൽ ഏവിയേഷൻ അതോറിറ്റിയാണ് ഈ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത്. പിന്നെ ഇതിൽ മെയിൻലി നമ്മുടെ എന്താ പറയുക, ഇഷ്യൂയിങ് കൺട്രി, സർട്ടിഫിക്കറ്റ് നമ്പർ, പിന്നെ നമ്മുടെ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, അത്രയാണ് ഉണ്ടാവുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇവർ പറഞ്ഞിട്ടുണ്ട്, അതായത് ഇപ്പം ക്ലാസ് 1 മെഡിക്കലിൻ്റെ വാലിഡിറ്റി, ഇപ്പോൾ ക്ലാസ് 1 മെഡിക്കൽ എന്ന് പറയുമ്പോൾ നമുക്ക്
12 months ആണ് വാലിഡിറ്റി. അപ്പോൾ ഈ സംഭവം ഞാൻ ചെയ്തത് ഇപ്പോൾ ഡിസംബറിലാണ് ഞാൻ ചെയ്തത്. അപ്പോൾ ഈ 2025 ഡിസംബറിൽ ഞാൻ പിന്നെ ഇത് റിന്യൂ ചെയ്യേണ്ടി വരും. പക്ഷേ ക്ലാസ് 2 മെഡിക്കൽസ് ആണെങ്കിൽ 2 years വരെ വാലിഡിറ്റി ഉണ്ട്. അതിങ്ങനെ ഡിപ്പെൻസ് ആണ്. പിന്നെ യൂഷ്വലി ക്ലാസ് 1 മെഡിക്കൽ എടുക്കുന്നത് CPL കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസിന് അപ്ലൈ ചെയ്യുന്നവരും എയർലൈൻ ട്രാൻസ്പോർട്ട് ATPL ചെയ്യുന്നവരുമാണ് ക്ലാസ് 1 മെഡിക്കൽ അവർക്ക് മസ്റ്റായിട്ട് വേണ്ടത്. പക്ഷേ PPL മാത്രം, നിങ്ങൾ പ്രൈവറ്റ് ലൈസൻസ് മാത്രം മതി, നിങ്ങൾക്ക് ക്ലാസ് 2 മെഡിക്കൽസ് മാത്രം എടുത്താൽ മതി. അതിൻ്റെ പ്രൈസും അതോടൊപ്പം തന്നെ എന്ത് ചെയ്യും, വേരി ചെയ്യും. അപ്പം നമുക്ക് യൂഷ്വലി അൺടിൽ 40 years വരെ നമുക്ക് 12 months ആണ് ഇത് റിന്യൂ ചെയ്യേണ്ടി വരുന്നത്. പിന്നെ ഇതിൽ പറഞ്ഞിട്ടുള്ളത് മെഡിക്കൽ എക്സാമിന് ഇപ്പം എനിക്ക് നടന്നേക്കുന്നത് ഇപ്പം മെഡിക്കൽ എക്സാമിനേഷനും ECGയും ഓഡിയോഗ്രാമും എല്ലാം ഞാൻ December 13 ചെയ്തേക്കുന്നത്. അപ്പോൾ എനിക്കിനി ക്ലാസ് 1 റിന്യൂ ചെയ്യേണ്ടത് 31st 12/2025 ഈ അവസാനത്തിന് മുന്നേ എനിക്ക് ക്ലാസ് 1 മെഡിക്കൽ റിന്യൂ ചെയ്യണം. അപ്പം അങ്ങനെ അവർ ഓരോ ഡേറ്റ്സും കാര്യങ്ങളും ഒക്കെ തന്നെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതൊക്കെയാണ് മെയിനായിട്ട് വരുന്നത്. ഇങ്ങനത്തെ ഒരു ഷീറ്റാണ്, അതിങ്ങനെ ഒരു ലൈസൻസ് പോലെ ആക്കി, ഇങ്ങനത്തെ ഇതാണ് നമ്മുടെ ലൈസൻസ് ഗൈസ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ പേരിപ്പം എൻ്റെ പേര് കരിഷ്മ ബിൻരാജ് എന്നാണ്. പക്ഷെ ഇവിടെ നമ്മൾ എല്ലാ റെക്കോർഡ്സിലും നമ്മുടെ പേര് ബിൻരാജ് കെ അങ്ങനെയൊക്കെ വരുള്ളൂ. സർനെയിമിനാണ് ഇവിടെ അവർ ഇമ്പോർട്ടൻസ്. നമ്മുടെ ലൈസൻസിലും എല്ലാം അങ്ങനെയായിരിക്കും പറയുന്നത്. അപ്പം അതെനിക്കൊരു കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഇവിടെ ഫീൽ ചെയ്തു. അപ്പം അത്രയൊക്കെ ഉള്ളൂ. ഇതൊക്കെയാണ് ഇവിടുത്തെ എൻ്റെ ക്ലാസ് 1 മെഡിക്കലിൻ്റെ എക്സ്പീരിയൻസ്. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.